ഞാൻ ആ റാസിക്ക് മരിക്കുന്ന കാലം വരെ ഞാൻ തരാം. 5 നേരം നിസ്കരിച്ചാൽ മതി. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നെഞ്ചത്ത് കൈവച്ചിട്ട് ഏതെങ്കിലും ഒരു കച്ചവടക്കാരൻ പറയട്ടെ, ഉസ്താദെ 5 നേരം നിസ്കരിക്കുന്ന എൻ്റെ കച്ചവടത്തിൽ ബറക്കത്തില്ല എന്ന് പറയട്ടെ. 5 നേരം പായിപ്പാട് ടൗണിൽ ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങളുള്ള നാടാ ഇല്ലേ? പായിപ്പാട് ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങളുടെ കടയുണ്ട്. ഈ പള്ളിയിൽ വന്ന് 5 നേരം നിസ്കരിക്കുന്ന ഏതെങ്കിലും ഒരു കച്ചവടക്കാരൻ പറയട്ടെ, എനിക്ക് കച്ചവടം ഇല്ലാന്ന്. അവൻ കച്ചവടം പോട്ടെ, കച്ചവടം ഉണ്ടോ ഇല്ലേന്നല്ല, നിന്റെ വീട്ടിൽ പട്ടിണി ഉണ്ടോ ഇല്ലേ? 5 നേരം പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്ന ഒരു മനുഷ്യന്റെ വീട്ടിലും പട്ടിണി ഉണ്ടാകില്ല. എങ്കിൽ പിന്നെ ഖുർആൻ പറഞ്ഞ് തെറ്റാവണം, എങ്കിൽ പിന്നെ അള്ള പറഞ്ഞ് തെറ്റാണെന്ന് പറയണം. ഇല്ല, അള്ള പറഞ്ഞു ഞാൻ തരും. അപ്പൊ നിങ്ങൾ ചോദിക്കൂ, ഉസ്താദെ ഞാൻ 5 നേരം നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ എൻ്റെ വീട്ടിൽ ചില സമയങ്ങളിൽ പ്രയാസം വരുന്നുണ്ടല്ലോ, എൻ്റെ ജീവിതത്തിൽ പ്രയാസം വരുന്നുണ്ടല്ലോ. അപ്പൊ നീ മാത്രമല്ലേ നിസ്കരിക്കുന്നുള്ളൂ, നിന്റെ ഭാര്യയും മക്കളും നിസ്കരിക്കണില്ലല്ലോ. അതാ ചോദ്യം. ഉസ്താദെ ഞാൻ 5 നേരവും ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ പായിപ്പാട് പള്ളി വന്നിട്ട് ഞാൻ നിസ്കരിക്കും, എൻ്റെ വീട്ടിൽ എന്നിട്ടും പ്രയാസമുണ്ട്. അപ്പൊ ഞാൻ തിരിച്ചു ചോദിക്കുന്നു, നിന്റെ ഭാര്യയും മക്കളും നിസ്കരിക്കാറുണ്ടോ? അതില്ല. എത്ര വയസ്സുണ്ട് മോന്? 7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ തല്ലണം. 18 വയസ്സുള്ളവൻ പോത്തുപോലെ കിടക്കുക, എവിടെ എഴുതേക്ക് നിസ്കരിക്കാൻ? അപ്പായി ഉമ്മായി എഴുന്നേറ്റ് നിസ്കരിക്കുന്നു. അതേ റൂമിൽ മക്കൾ അപ്പുറത്തിപ്പുറത്ത് കിടക്കുന്നുണ്ട്. 10 അല്ല 18 ആയത്, 20 ആയത്. എന്തേ വാപ്പ? അവൻ എന്തേ പെണ്ണും കെട്ടി 5 മക്കളായി പോയി കഴിഞ്ഞാൽ നിന്റെ ഉത്തരവാദിത്വം പോയോ? ഇല്ല. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കല്യാണം കഴിച്ചു വിട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അലിയാർ തങ്ങളുടെ വീട്ടിൽ കിടക്കുമ്പോൾ പോയിട്ട് വിളിക്കുക, ഫാത്തിമ എഴുന്നേക്ക് നിസ്കരിക്കാൻ. തങ്ങള് തന്റെ പൊന്നുമോളെ വിവാഹം കഴിച്ചു കിട്ടു. ഭർത്താവിന്റെ വീട്ടില മുത്തുനബി പോകുന്ന വഴിയിൽ ഫാത്തിമയുടെ വീടിന്റെ മുന്നിൽ എത്തുമ്പോൾ വിളിക്കും, മോളെ ബാങ്ക് വിളിക്കാൻ സമയമായി, എഴുന്നേറ്റ് നിസ്കരിക്കും. തഹജ്ജുദ് നിസ്കരിക്കാൻ, ഫർള് നിസ്കരിക്കാനല്ല, ഫർള് നിസ്കരിക്കാനല്ല, തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി വിളിച്ചുണർത്തും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങൾ ആരും കെട്ടിച്ചു വിട്ട മോളെ വീട്ടിൽ പോണ്ട, അടുത്ത റൂമിൽ കിടക്കണ മക്കളെ വിളിച്ചാൽ മതി. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ചെറുപ്പക്കാരൊക്കെ വഴുത് വെക്കാൻ എനിക്ക് എല്ലാം ഉണ്ട്. സുബഹി നിസ്കരിക്കാൻ എത്ര ഉണ്ട്? സുബഹി നിസ്കരിക്കാൻ എത്ര ഉണ്ട്? ചിന്തിക്കണം. പടച്ചവനെ പിള്ളേരെ നോക്കിയാൽ മതി. രാത്രി 1 മണി 2 മണി വരെ ഓൺലൈനിൽ കാണാം. പാപ്പ സുഖം ഉറക്കം, മക്കൾ ഓൺലൈനിൽ. എന്ത് ചെയ്യാ? ചിന്തിക്ക്. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, വീട്ടിൽ മക്കൾ കിടന്നിട്ട് ഓൺലൈനിൽ കുത്തിക്കൊണ്ടിരിക്കുക, മൊബൈലിൽ കാണാം, ഗെയിം കളി, ഒരുമിച്ചിരുന്ന് 5ഉം 6ഉം പല സ്ഥലങ്ങളിൽ ഇരുന്നാലും കളിക്കാം. കളിയാ തുടങ്ങിക്കോ, ബിസ്മില്ലാ, കളി തുടങ്ങി. അല്ലാഹു അഅലം. അല്ലാഹു നമ്മുടെ ഉമ്മത്തിന് അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്നിട്ട് ഉസ്താദെ പട്ടിണി, ജോലിയില്ല ഉസ്താദെ, ജോലിയില്ല ഉസ്താദെ, MA കാരനാണ്, ഡിഗ്രിക്കാരനാണ്, വലിയ പഠിത്തക്കാരനാ, ഒരു ജോലിയില്ല, വായി നോക്കി നടക്കുക, എഞ്ചിനീയർ, ഒരു പണിയില്ല. എന്നാൽ ഇവിടെ ഈ കടയിൽ കച്ചവടമൊക്കെ ചെയ്യുന്നവരൊക്കെ MBBS MA ഒക്കെ പഠിച്ചിട്ടാ? എടാ, ഈ വലിയ ബിസിനസ്സുമാരില്ലേ, നിങ്ങൾ ഇവിടെ നിന്ന് മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ഒന്ന് പോയേ, ഏറ്റവും വലിയ സമ്പന്നന്മാരെ എടുത്തിട്ട് എത്രാം ക്ലാസ് വരെ സ്കൂളിൽ പോയിട്ടുണ്ട് നീ മതി? ഇന്നത്തെ കുട്ടികളൊക്കെ ഡിഗ്രി അല്ല അല്ലേ? പഴയ തലമുറയിലെ ഏതെങ്കിലും ബെൻസുകാരിലെ നടക്കടെ വലിയ മോലാളിമാരാ. ഒന്ന് വിളിച്ചിട്ട് ഒരു വിദ്യാഭ്യാസം എത്ര ഉണ്ട്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹു പറയുന്നു, നിന്നെ ഞാൻ സൃഷ്ടിച്ചത് സിറാജ് പെണ്ണുമ്പിള്ളയുടെ കൂടെ മക്കളുടെ കൂടെ അടിച്ചു പൊളിച്ച് നടക്കാനൊന്നുമല്ല. നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് എനിക്ക് നന്ദി രേഖപ്പെടുത്താനാണ്. എന്നെ നീ നന്ദി രേഖപ്പെടുത്ത്. നന്ദി രേഖപ്പെടുത്തുന്നതിനോടൊപ്പം നിന്റെ കാര്യങ്ങൾ നോക്കി നടാ. ഞാൻ തരാം ഭക്ഷണം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് ഖുർആൻ പറയുകയാ, നീ നമസ്കാരം കൃത്യമായി നിർവഹിക്കുകയാണെങ്കിൽ നീ വിചാരിക്കാത്ത രീതിയിൽ അല്ല പറഞ്ഞതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നീ അല്ലാഹു 5 നേരം നിസ്കരിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ നീ ഉദ്ദേശിക്കാത്ത രീതിയിലൂടെ അല്ലാഹു നിനക്ക് റിസ്ക് നൽകും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അന്നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്നല്ലാഹ തആല യഖൂലു യാ ഇബ്നു ആദം തഫറഅ ലി ഇബാദതി അംല സദറക അന്നി സദറക ഗിന്നൻ വഅസുദ്ദ ഫഖറാ. ഈ ആദമിന്റെ മകനെ, നീ എന്നെ ആരാധിക്കുന്നതിൽ മുഴുകുക. അല്ലാഹു പറയുകയാണ്, മുത്തുനബി എവിടെ നിന്ന് പറയുകയാണ്, നീ അല്ലാഹുവിനെ ആരാധിക്കുന്നതിൽ മുഴുകിക്കഴിഞ്ഞാൽ നിന്റെ ഹൃദയത്തിൽ ഞാൻ ഐശ്വര്യം നിറയ്ക്കും. സമ്പത്ത് വീട്ടിലല്ല, ഹൃദയത്തിലാണ് സമ്പത്ത് വേണ്ടത്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എവിടെ സമ്പത്ത് വേണ്ടത്? എവിടെ? ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാരാ?
പായിപ്പാടുള്ള ഏറ്റവും വലിയ സമ്പന്നൻ ആരാപ്പാ? പായിപ്പാടുള്ള ഏറ്റവും വലിയ കോടീശ്വരൻ ആരാ? ആരാപ്പാ? പായിപ്പാടിലെ ഏറ്റവും വലിയ സമ്പന്നൻ വീടിന്റെ മതിൽ കണ്ടിട്ടുണ്ടാ? ഗേറ്റ് കണ്ടിട്ടുണ്ടാ? മുറ്റത്ത് കിടക്കണ വാഹനം കണ്ടിട്ടുണ്ടാ? ഈ പള്ളി കിടക്കണ കിടപ്പുണ്ട? ഇല്ല. കമ്മിറ്റിക്കാരെല്ലാരും കൂടെ പോയാ പറയും ഇല്ല. അവസാനം പ്രസിഡന്റ് പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് എന്നാ 1000 രൂപ വെച്ചോ, പറക്കത്തിക്കട്ടെ. ഓരോ പണക്കാരന്മാരുടെ വീട്ടിൽ 2 കാവൽക്കാര് പട്ടി വളർത്താൻ പറ്റാത്തതുകൊണ്ട് പിന്നെ അത് കുഴപ്പമില്ല. ചുറ്റും ക്യാമറ, നെക്കിയാ തുറക്കുന്ന ഗേറ്റ്. സുബ്ഹാനല്ലാഹ്, അകത്ത് കയറി ചെല്ലുമ്പോ ഒന്നുമില്ല, സങ്കടം, പാവം. എന്റെ പൊന്നാര ചങ്ങാതിമാരെ, അല്ലാഹ് പറഞ്ഞതാ. അല്ലാഹ് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വർള ബിമാ ഖസമല്ലാഹു ലക തകുൻ അഗ്നന്നാസ്. അല്ലാഹു തന്നതുകൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു മനസ്സ് നിനക്കുണ്ടോ, നീയാ ഏറ്റവും വലിയ സമ്പന്നൻ, ലോകത്തിലെ സമ്പന്നൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, മോനെ ആദമിന്റെ മകനെ, നീ എന്നെ ആരാധിക്കുന്നതിൽ മുഴുകിയാൽ നിന്റെ ഹൃദയത്തിൽ ഞാൻ ഐശ്വര്യം നിറച്ചു തരും. നീ പേടിക്കണ്ട. നിന്റെ ഹൃദയത്തിന്റെ അകത്ത് അല്ലാഹു ഐശ്വര്യം നിറയ്ക്കും. എന്നിട്ട് പറയുകയാണ്, നിന്റെ ദാരിദ്ര്യം ഞാൻ തടുത്തുകളയും. അല്ലാഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആദമിന്റെ മകനെ, നീ എന്നെ വഴിപ്പെട്ട് ജീവിച്ചാൽ, നീ ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിച്ചാൽ, നിന്റെ ഹൃദയത്തിന്റെ അകത്ത് ഐശ്വര്യം ഞാൻ നിറയ്ക്കുകയാണ്, ദാരിദ്ര്യം ഞാൻ തടയുകയാണ്. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നിന്റെ മുമ്പിൽ ഞാൻ ജോലി തിരക്കി നിറയ്ക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എത്ര സത്യമാണ് സഹോദരാ. നിനക്ക് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, എടാ നീ 5 നേരം നിസ്കരിച്ചു കഴിഞ്ഞാൽ നിന്റെ ഹൃദയത്തിൽ ഐശ്വര്യം നിറക്കും, നിന്റെ ദാരിദ്ര്യം തടയും. ഇല്ല, നീ എന്റെ പള്ളിയിൽ വരാതെ നിസ്കരിക്കാതെ നീ നിനക്ക് തോന്നുന്നത് പോലെ നീ ജീവിച്ചാ, അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാണ്, നിന്റെ മുമ്പിൽ ഞാൻ ജോലി തിരക്ക് കൊണ്ടുവരും, ദാരിദ്ര്യം നിന്റെ കണ്ണിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ഞാൻ ഇട്ടുതരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വ്യക്തമായി കേട്ടോ, ഞാൻ നിർത്തുകയാണ്. പ്രവാചകൻ അവിടെ നിന്ന് ഓർമ്മപ്പെടുത്തി, അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് നടക്കുന്നവന്റെ ഹൃദയത്തിന്റെ അകത്ത് ഞാൻ ഐശ്വര്യം നിറച്ചു തരും. എന്നിട്ട് പറയുകയാ, നിനക്കും നിന്റെ കുടുംബത്തിനും ദാരിദ്ര്യം വരാതെ ഞാൻ നോക്കിക്കൊള്ളാം. ഇല്ല, നിസ്കരിക്കാൻ സമയമില്ലാതെ ജീവിക്കുന്ന ഒരു മനുഷ്യനോട് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നു, നിനക്ക് തിരക്കായിരിക്കും. തിരക്ക് തന്നെ, 24 മണിക്കൂറും തിരക്ക്. അള്ളാഹു നിനക്ക് തന്നിരിക്കുന്ന ഒരു പണിഷ്മെന്റ് അത്. നിന്ന് തിരിയാൻ സമയമില്ല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. സാധാരണ പറയത്തില്ലേ, നിന്ന് തിരിയാൻ സമയമില്ല, അത്രയ്ക്കും തിരക്കാ. എന്താ അമേരിക്കയുടെ പ്രസിഡന്റ് ആവേ? നിന്ന് തിരിയാൻ സമയമില്ല. ലോകം മുഴുവനും അടക്കി ഭരിച്ചിരുന്ന സുലൈമാൻ നബി അലൈഹി സ്വലാമിനുണ്ടായിരുന്ന സമയം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പായിപ്പാടൊരു ഓട്ടക്കടയും വെച്ചിരിക്കുന്ന ഇവന് സമയമില്ല നിന്ന് തിരിയാൻ. കേവലം ഒരു ഭാര്യയും 2 മക്കളെയും നോക്കുന്ന ഇവന് സമയമില്ല നിന്ന് തിരിയാൻ. തിന്നാനുമില്ല, ഉറങ്ങാനുമില്ല, ഒന്നിനുമില്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. 2, ദാരിദ്ര്യം വണ്ടി വിളിച്ച് നിന്റെ വീട്ടിൽ വരും. അള്ളാഹു കാക്കുമാറാകട്ടെ. നീ എങ്ങും പോണ്ട. നിനക്ക് കള്ളുപിടിയില്ല, പെണ്ണുപിടിയില്ല, പലിശ കച്ചവടമില്ല, ഒരു വൃത്തികേടുമില്ല. എന്നാലും നിന്റെ സമ്പത്ത് പോകും. നിനക്ക് ദാരിദ്ര്യം നിന്നെ തേടി വരും. അല്ല നിന്റെ കണ്ണിന്റെ മുന്നിൽ ലൈവായി ദാരിദ്ര്യം കൊണ്ടുവരും. അള്ളാഹു കാക്കുമാറാകട്ടെ. വെറുതെ പണി ചോദിച്ചു വാങ്ങുന്ന പോലെ ഇരിക്കും. അള്ളാഹു കാക്കുമാറാകട്ടെ. 5, എന്റെ പ്രിയപ്പെട്ടവരെ, വിശദീകരിക്കുന്നില്ല. പ്രവാചകൻ പറയുകയാണ്, അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഉപജീവനത്തിൽ ബർക്കത്ത് ലഭിക്കാൻ
അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഉപജീവനത്തിലെ ബറക്കത്ത് ലഭിക്കാൻ അഞ്ചാമത്തെ വഴി എന്തെന്നറിയുമോ? നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്നർ റഹിമ സുജ്നത്തും മിനർ റഹ്മാൻ ഫഖാല അല്ലാഹു മൻ വസലകി വസൽതുഹു വമൻ ഖതഅകി ഖതഅതു. മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, തീർച്ചയായും കുടുംബ ബന്ധം പരമകാരുണ്യകന്റെ പേരുകളാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, നീ ബന്ധം പുലർത്തിയവനോട് അല്ലാഹ് ഞാനും ബന്ധം പുലർത്തുകയാണ്. മഹാനായ പ്രവാചകനെ പഠിപ്പിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, കുടുംബ ബന്ധം ചേർത്താൽ അല്ലാഹു നിനക്ക് ഐശ്വര്യം ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകാനുള്ള അഞ്ചാമത്തെ വഴി എന്തു ചേർക്കണം? ഉറക്കെ പറഞ്ഞ് എന്ത് ചേർക്കണം? എന്ത് ചേർക്കണം? അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ചേർക്കുന്നുണ്ട് നമ്മളൊക്കെ നല്ലതുപോലെ. കുടുംബ ബന്ധം നമ്മൾ വല്ലാതെ ചേർക്കുന്നുണ്ട്. അല്ലാഹു പറയുകയാ, നീ ബന്ധം ചേർത്താൽ ഞാൻ നിന്നോട് ബന്ധം ചേർക്കും, നീ ബന്ധം മുറിച്ച ഞാനും മുറിക്കും. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. കൂടപ്പുറപ്പുകളും ഉണ്ടത്തില്ലല്ലോ, പിന്നല്ലേ ബന്ധം. കൂടപ്പുറപ്പുകൾ. മഹാനായ നബിയ്യനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാപ്പായുടെ സ്നേഹമുള്ള മക്കളൊക്കെ ഒന്ന് കൈവക്കിക്ക്. അത്തായുടെ സ്നേഹമുള്ള മക്കളൊക്കെ ഒന്ന് കൈവക്ക്. കമ്മിറ്റിക്കാർക്കും പൊക്ക അൻസാരി പ്രസിഡന്റ് കേട്ടില്ലെന്ന് തോന്നുന്നു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മരണപ്പെട്ടു പോയ പിതാവിനോട് മക്കൾക്ക് സ്നേഹമുണ്ടെങ്കിൽ ആ ബന്ധം നിലനിർത്താൻ പറ്റും. മരണപ്പെട്ടു പോയ പിതാവുമായിട്ടുള്ള ബന്ധം മരണശേഷം നിലനിർത്താൻ പറ്റും. എങ്ങനെ? എങ്ങനെ? ദുആയിലൂടെ ഒന്നുമല്ല, അത് വേറെ വിഷയം. എങ്ങനെ? അത്താടെ സഹോദരങ്ങളെ സ്നേഹിക്കുന്നതിലൂടെ. ഇനി സഹോദരന്മാരില്ലെങ്കിൽ അത്താടെ വാപ്പയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനെ സ്നേഹിക്കുന്നതിലൂടെ നിനക്ക് ആ സ്നേഹബന്ധം നിലനിർത്താൻ കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉമ്മ മരിച്ചു കഴിഞ്ഞാൽ ഉമ്മയുടെ കുടുംബക്കാർ, വാപ്പ മരിച്ചു കഴിഞ്ഞാൽ വാപ്പയുടെ കുടുംബക്കാർ. എന്റെ പ്രിയപ്പെട്ടവരെ, വാപ്പാടെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഇന്ന് വരെ കണ്ടിട്ടുണ്ടോ? കണ്ട പരിചയം കാണിക്കാറുണ്ടോ? പെരുന്നാൾ വരുന്ന ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടു കൊടുക്കാറുണ്ടോ? ഇല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് കുടുംബ ബന്ധങ്ങൾ ഇന്ന് ശിഥിലമായിക്കൊണ്ടിരിക്കുകയാണ്. കൂടപ്പിറപ്പുകൾ പോലും പരസ്പരം മിണ്ടുന്നില്ല. വാശിയും വൈരാഗ്യവും കടന്നു വരുന്നു. ശത്രുത പുലർത്തുന്നു. വല്ലാത്ത ശത്രുതയാണ്. എന്തുകൊണ്ട്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുടുംബ ബന്ധങ്ങൾ മുറിച്ചുകളയാ ഇന്ന് നിസ്സാര കാരണത്തിന്റെ പേരിൽ. എന്തിന്? ദാമ്പത്യ ബന്ധങ്ങൾ പോലും തകർത്ത് കളയുന്ന കാലം. കുടുംബ ബന്ധങ്ങളുടെ മഹത്വം മനസ്സിലാകുന്നില്ല. എങ്കിലും അൽഹംദുലില്ലാഹ് ഇവിടൊക്കെ നോക്കുമ്പോൾ ചില കൂടപ്പിറപ്പുകൾ വല്ലാത്ത ഒരു സ്നേഹബന്ധം അല്ലാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു തരികയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, ആരാണോ കുടുംബബന്ധം ചേർക്കുന്നത്, ആരാണോ കുടുംബബന്ധം ചേർക്കുന്നത്, അല്ലാഹു അവരുടെ ജീവിത മാർഗത്തിൽ ബർക്കത്ത് നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അൻ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലൈസൽ വാസിലു ബിൽ മകാഫി. പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, ഇങ്ങോട്ട് ചെയ്ത ഉപകാരത്തിന് പ്രത്യുപകാരം ചെയ്യുന്നവനല്ല കുടുംബ ബന്ധം പുലർത്തുന്നവന്. ഇങ്ങോട്ട് ചെയ്ത ഉപകാരങ്ങൾക്ക് തിരിച്ച് ചെയ്യുന്നവനല്ല കുടുംബ ബന്ധം പുലർത്തുന്നവന്. പിന്നെയോ മുറിഞ്ഞുപോയ ബന്ധങ്ങള് പുനഃസ്ഥാപിക്കുന്നവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കുടുംബ ബന്ധങ്ങളെ ചേർക്കുന്നത് അവൻ എന്നെ സഹായിച്ചല്ലോ, അതുകൊണ്ട്
കൊണ്ട് ഞാൻ അവനെ സഹായിക്കാം. അങ്ങനെ ചെയ്യുന്നതിനല്ല, മുറിഞ്ഞുപോയ ബന്ധങ്ങൾ, പിണങ്ങിക്കഴിയുന്ന ബന്ധങ്ങൾ, ആ ബന്ധങ്ങൾ തിരിച്ച് സ്ഥാപിക്കലാണ് കുടുംബ ബന്ധം പുലർത്തലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. 3 ദിവസങ്ങളിൽ കൂടുതൽ ഒരാളോടും പിണങ്ങിയിരിക്കാൻ പാടില്ല. എത്ര വലിയ ശത്രുതയാണെങ്കിലും, എത്ര വലിയ വൈരാഗ്യമാണെങ്കിലും, എത്ര വലിയ തെറ്റ് ചെയ്തവനാണെങ്കിലും 3 ദിവസത്തിൽ കൂടുതൽ പരസ്പരം പിണങ്ങിയിരിക്കാൻ പാടില്ല. അങ്ങനെ പിണങ്ങിയിരുന്നാൽ അവന്റെ ഇബാദത്തുകൾ അല്ലാഹു സ്വീകരിക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ആകാശത്തിന്റെ കവാടം തുറന്ന് മുകളിലേക്ക് പോകുകയില്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവര്, റസൂലുള്ളാഹി തങ്ങൾ അതുകൊണ്ടാണ് പരിചയപ്പെടുത്തിയത്, സഹാബാ സ്വർഗത്തിലൊരു വീട് വേണോ, സ്വർഗത്തിലൊരു വീട് വേണോ? പരസ്പരം 2 പേര് പിണങ്ങിയിരിക്കുന്നു. ആ പിണങ്ങിയിരിക്കുന്നതിൽ ആരാണോ ആദ്യം സലാം പറയുന്നത്, ആരാണോ ആദ്യം സലാം പറയുന്നത്, ആ സലാം പറയുന്നവന് സ്വർഗത്തിലൊരു വീടുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, 2 പേര് പിണങ്ങിയിരിക്കുമ്പോൾ ആദ്യം സലാം പറയുന്നവന് സ്വർഗത്തിലൊരു വീടുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എപ്പോഴെങ്കിലും കള്ളം പറയാൻ പാടുണ്ടോ? കള്ളം പറയൽ അനുവദനീയമായ സമയമുണ്ടോ? തമാശയ്ക്ക് പോലും കള്ളം പറയുന്നവന് വലിയ ശിക്ഷയുണ്ടെന്ന അല്ലാഹു കാക്കുമാറാകട്ടെ. അല്ലാഹു കാക്കുമാറാകട്ടെ. വലത് കൈകൊണ്ട് കുടിക്ക് ചായ എല്ലാവരും, ചിലരൊക്കെ ഇടത് കൈകൊണ്ട് കുടിക്കുന്നു. അല്ലാഹു കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങോട്ട് നോക്ക്. കള്ളം പറയാൻ പറ്റുന്ന സമയമുണ്ടോ? ഉണ്ടെന്നോ ഇല്ലെന്നോ? ഉണ്ടില്ല എന്നല്ലേ ഞാൻ ചോദിച്ചത്, ഉണ്ടോ ഇല്ല എന്നല്ലേ വെച്ചത്? കള്ളം പറയാൻ പറ്റുന്ന സമയമുണ്ടോ ഇല്ല? ഉണ്ട്. ഉണ്ടോ? ഉണ്ടോ? ആ, എപ്പോഴാ പറയാൻ പറ്റുക? കള്ളം പറയാൻ പറ്റുന്ന ഒരു സമയം പറഞ്ഞേ. ആ, ജീവന് ഭീഷണി ഉണ്ടാകുമ്പോ. ആ, ജീവന് ഭീഷണി ഉണ്ടാകുന്ന സമയത്ത് എന്തിനാണ് കള്ളം പറയാൻ നിൽക്കുന്നത്? ഓൻ ഭീഷണിയാക്കിയിട്ട് പോകത്തല്ലേ. കള്ളം പറയാൻ പറ്റുന്ന ഒരു സമയം, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഭാര്യയും ഭർത്താവും പിണങ്ങിയിരിക്കാം, അല്ലെങ്കിൽ ഒരു കുടുംബക്കാര് പിണങ്ങിയിരിക്കാം. അപ്പൊ ഈ പിണങ്ങിയിരിക്കുന്നവരടുക്കൽ പോയിട്ട് പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞ് അവരുടെ ബന്ധം ചേർക്കുന്നതിന് വേണ്ടി പറയാം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എങ്ങനെ? ഒരു ഭാര്യയും ഭർത്താവും പിണങ്ങിയിരിക്കുന്നു. അപ്പൊ മസ്ലഹത്തിന് പോകുന്ന ഒരാൾ പറയാ, പൊന്നാര ആമിന, നിന്റെ ഇക്കായ്ക്ക് നിന്നോട് ഇപ്പോഴും സ്നേഹമുണ്ട്. നീ വീട്ടിലാണെങ്കിലും അദ്ദേഹത്തിന് ഒരു സമാധാനമില്ല. ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണുമ്പോൾ നിന്നെ കുറിച്ചൊക്കെ ചോദിക്കും. എവിടെ? ചോദിക്കാറൊന്നുമില്ല, എന്നാലും പറയുക. കാരണം എന്തേ? അപ്പൊ എന്റെ വാക്ക് എന്നെ ചിരക്കുന്നുണ്ടല്ലോ. തിരിച്ചിപ്പുറത്ത് വന്നിട്ട് പറയുക. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ പിണങ്ങിയിരിക്കുന്നവരെ യോജിപ്പിക്കുന്നതിന് വേണ്ടി കള്ളം പറയാം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മളോ